ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൽയഹ്ഫളിർ റഅസ, നീ നിന്റെ തലയെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. വമാ വആ, ആ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അവയവങ്ങളില്ലയോ, ആ അവയവങ്ങളെയും നന്നായി സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. അഥവാ തലയിലുള്ള അവയവമാണല്ലോ കണ്ണെന്ന് പറയുന്നത്, അതുപോലെ ചെവി എന്ന് പറയുന്നത്, അതുപോലെ നാവെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവയവങ്ങളെയെല്ലാം നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ കണ്ണുകൊണ്ടോ സഹോദരന്മാരെ ഒരു ഹറാമ് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. കണ്ണുകൊണ്ടൊരു ഹറാമ് നോക്കാൻ പാടില്ല, കണ്ണുകൊണ്ടൊരു ഹറാമ് കാണാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഐനാൻ സിനാഹുമൽ നദറൂ, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് അവർ ചെയ്യുന്ന വ്യഭിചാരമാണ് നോട്ടമെന്നോ ലോകത്തിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുകയാ, മോനെ അന്യ പെണ്ണിനെ നോക്കലോ അത് വലിയ ഹറാമാണ്, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാ. സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ പോലും കിട്ടാതിരിക്കാനില്ല വലിയൊരു കാരണമാണ് അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നതെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരവരുടെ കിതാബുകളിൽ സൂചിപ്പിച്ചത് കാണാം. അന്യ പെണ്ണിന്റെ ഔറത്ത് നോക്കുന്നത് സുബ്ഹാനല്ലാഹ്, മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നു അതേ അത് സൂഉൽ ഖാത്തിബത്തിന്റെ കാരണമാണ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റിപ്പോവാനുള്ള കാരണമാണ്. അറിയില്ലയോ സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, കുൻതു അതൂഫു ഹൗലൽ കഅബ, ഞാനൊരു വേള കഅബാലയം തവാഫ് ചെയ്യുകയാ. ഫഇദാ ബിറജുലിൻ, അപ്പോഴതാ ഒരു മനുഷ്യൻ അവിടുന്ന് മുഅല്ലഖിൻ ബിയസ്താരിഹാ, അതേ അദ്ദേഹം അതാ വസ്ത്രം എങ്ങനെ കെട്ടിയിട്ടോ ആ മനുഷ്യൻ തവാഫ് ചെയ്യുകയാ. വഹുവ യഖൂൽ, അദ്ദേഹം തവാഫ് ചെയ്യുമ്പോൾ പറയുന്നു, എന്താണ് അവിടുന്ന് പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി എന്നെ മരിപ്പിച്ചു തരണേ അല്ലാ. മറ്റൊന്നും തന്നെ അദ്ദേഹം ദുആ ചെയ്യുന്നില്ല. ഇത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് എന്നവര് അവിടുന്ന് ആ പുരുഷന്റെ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അലാ തസീദു അലാ ഹാദാ ദുആഇ ശൈആ, നിങ്ങൾ എന്റെ ഈ ദുആയിനേക്കാളും മറ്റൊന്നും അധികരിപ്പിക്കാത്തതോ, വേറെയൊന്നും നിങ്ങൾ ദുആ ചെയ്യാത്തത് എന്താണ്? അവിടുന്ന് അദ്ദേഹത്തിന് മറുപടി, ഓ അബ്ദുല്ലാഹ്, നിങ്ങളെങ്ങാനും എന്റെ കഥയറിഞ്ഞ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കില്ലായിരുന്നു. എന്തേ ഈ ഒരൊറ്റ വിഷയം ദുആ ചെയ്യുന്നത്? ഇതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. നിങ്ങളെങ്ങാനും എന്റെ കഥയറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഈ വിഷയം ചോദിക്കില്ലായിരുന്നു. എന്നാ നിങ്ങളുടെ വിഷയം എന്താണ്? പറയൂ. ഫമാ ഖിസ്സതുക, എന്താ നിങ്ങളുടെ കഥ? അതൊന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, കാനലി അഖവാൻ, എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. വകാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിനാ, ആ രണ്ടിൽ മൂത്ത സഹോദരൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദന 40 സന, 40 കൊല്ലം അവിടുന്ന് പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു മരണാസന്നനാവുകയാണ്. ആ മരണാസന്നനായി കിടക്കുമ്പോ ദഅബിൽ മുസ്ഹഫി, ആ മരണാസന്നനായി കിടക്കുന്ന ജ്യേഷ്ഠ സഹോദരന് എന്നോട് മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കരുതി അവിടുന്ന് ആ മുസ്ഹഫ് കൊണ്ട് ബറക്കത്തെടുക്കാനാണ്, അതുപോലെ ആ ഖുർആനിൽ നിന്ന് അല്പം ഓതാനായിരിക്കാം. അങ്ങനെ ഞാനൊരു മുസ്ഹഫ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ മനുഷ്യന് മുസ്ഹഫ് അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് ആ ജ്യേഷ്ഠ സഹോദരൻ അവിടെ നിന്ന് പറയുന്നു, അന്നഹു ബരീഉം മിമ്മാ ഫീ, എനിക്ക് ഖുർആനുമായൊരു ബന്ധവുമില്ല, ഈ ഖുർആനും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല. ثم تحول إلى دين النصرانية. അതും പറഞ്ഞിട്ടോ ആ മനുഷ്യൻ അങ്ങനെ നസ്രാനിയാവുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി. 40 കൊല്ലം ബാങ്ക് കൊടുത്ത എന്റെ ജ്യേഷ്ഠ സഹോദരനോ അതേ ക്രിസ്ത്യാനിയായി മരണപ്പെട്ടു പോയി. എന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ സഹോദരനാണ് പിന്നെ ബാങ്ക് വിളിക്കാനുള്ള ദൗത്യമേൽക്കുന്നത്. 30 കൊല്ലം ആ സഹോദരനും ബാങ്ക് കൊടുത്തു. ആ സഹോദരൻ മരണാസന്നനായപ്പോ മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് ആ സഹോദരനും നസ്രാനിയായി അങ്ങ് മരണപ്പെട്ടു പോയി. ഞങ്ങളാകെ 3 ആളുകളാണ്. അതിൽ എന്റെ 2 ജ്യേഷ്ഠന്മാരും നസ്രാനിയായി മരിച്ചു പോയതാണ്. എനിക്ക് എന്റെ അവസ്ഥയെക്കൊട്ട് വല്ലാത്ത ബേജാറുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ വിഷയം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ടോ ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് എന്നവര് ചോദിക്കുകയാ, 40 കൊല്ലം ബാങ്ക് കൊടുത്ത ജ്യേഷ്ഠ സഹോദരൻ, അതുപോലെ 30 കൊല്ലം ബാങ്ക് കൊടുത്ത മറ്റേ സഹോദരൻ, എന്തേ ഇവരെ മരിക്കുമ്പോ ഈമാനില്ലാതെ നസ്രാനിയായി ചത്തുപോകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് സഹോദരന്റെ മറുപടി എന്താണെന്നറിയുമോ? കാന യത്ബഅനി ഔറാത്തിൻ നിസാ വയൻദുറാനി ഇലശ്ശബാബ്. എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് കൊടുക്കുക എന്ന നല്ല അമല് കൊണ്ട് ജോലിയായവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടായിരുന്നു. കാന യത്ബഅനി ഔറാത്തിൽ നിസാ, അവര് സ്ത്രീകളുടെ ഔറത്ത് നോക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ വയൻദുറാനി ഇലശ്ശബാബ്, താടിയും മീശയും മുളയ്ക്കാത്ത, കണ്ടാൽ ആശ തോന്നുന്ന യുവാക്കളായ ചെറുപ്പക്കാരില്ലയോ, അവരെയും നോക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 40 കൊല്ലം ബാങ്ക് കൊടുത്ത ജ്യേഷ്ഠൻ മരിക്കുമ്പോ കാഫിറായി ചത്തുപോയത്. അതുപോലെ 30 കൊല്ലം ബാങ്ക് കൊടുത്തവൻ കാഫിറായി ചത്തുപോയത്. ഓ ചെറുപ്പക്കാരാ, കോളേജുകൾ വിടുന്ന സമയത്ത് അതേ അങ്ങാടിയിലുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന സ്ത്രീകളോട് കമലടിക്കാൻ കാത്തിരിക്കുന്ന ആളുകളില്ലയോ? അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളെയും വഹിച്ചു കൊണ്ടുപോകുന്ന സ്കൂൾ ബസിന്റെ പിന്നാലെ ബൈക്കും ഓടിച്ച് ചീറിപ്പായുന്ന ചെറുപ്പക്കാരനില്ലയോ? മോനെ, ഈമാൻ കിട്ടണോ? മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കണോ? അതേ, നന്നായ ഗൗരവത്തോടെ ആ വിഷയം അങ്ങ് ഏറ്റെടുക്കേണ്ടതുണ്ടോ? ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാറ്റി നിർത്തേണ്ടതുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വലിയ ഗൗരവം കൊടുക്കാത്ത വിഷയമാണ്
സുബ്ഹാനല്ലാഹ്. ഇന്ന് അന്യ പെണ്ണിനോട് സംസാരിക്കാൻ ചെറുപ്പക്കാരന് യാതൊരു മടിയുമില്ല. ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അതൊരു ഔട്ട് ഓഫ് ഫാഷനാണ്. അതുപോലെ ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഫാഷനാണ്. സുബ്ഹാനല്ലാഹ്. യാതൊരു മറയുമില്ലാതെ അന്യപുരുഷനും അന്യപെണ്ണും സംസാരിക്കുന്ന കാലഘട്ടമാണ്. മോനെ, മരിക്കുമ്പോ അന്ത്യം നന്നായി കിട്ടണോ? പെണ്ണില്ല ഔറത്ത് നോക്കണ്ട. ഓ യുവതികളെ, അന്യപുരുഷന്മാരുടെ ഔറത്ത് നോക്കാൻ പാടില്ല കേട്ടോ. ഈമാനില്ലാതെ ചത്തുപോകാനുള്ള കാരണമാണ്. ഹബീബായ തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചതോ. അതേ നാഥനായ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കുന്നവനാണോ? ഫൽയഹ്ഫളിർ റഅസ വമാ വആ. അവന്റെ തലയെ നന്നായി സൂക്ഷിച്ചു കൊള്ളട്ടെ. ആ തലയിലുള്ള കണ്ണിനും സൂക്ഷിക്കട്ടെ. അതുപോലെ ചെവികളെ സൂക്ഷിക്കട്ടെ. നാവിനെ സൂക്ഷിക്കട്ടെ. അന്യപെണ്ണുമായി ഫോണിലൂടെ സംസാരിക്കുന്ന പുരുഷന്മാരില്ലയോ? ഭർത്തൃമതികളായ സ്ത്രീകൾ പോലും ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷനുമായി കിന്നരിക്കുന്ന ആളുകളുണ്ടോ? മോളെ, നമ്മുടെ ചെവി കൊണ്ട് ഹറാമെങ്ങാനും ശ്രവിച്ചാൽ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത യുവാവിന്റെ ശബ്ദമെങ്ങാനും കേട്ടുകഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ കുടുങ്ങിപ്പോകും കേട്ടോ. വലിയ ഗൗരവത്തോടെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. സഹോദരന്മാരെ, അറിയില്ലേ മഹാനായ സഈദ് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതേ സഈദ് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അൻസാരിയായ സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയോട് അതേ സുഹൃത്തായി മാറ്റിക്കൊടുത്ത ആളാണ് സഅലബത്ത് റളിയല്ലാഹു അൻഹു. സഅലബത്ത് റളിയല്ലാഹു അൻഹു മക്കക്കാരനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹിനോട് കൂടെ ഹിജ്റ വന്ന സ്വഹാബിയാണ്. മദീനയിലേക്ക് വന്ന മക്കക്കാരായ ആളുകളെ ഓരോ ആളുകളോട് കൂടെ അങ്ങ് പറഞ്ഞേക്കുന്ന റസൂലുള്ളാഹ് മദീനയിലുള്ള ഓരോ ആളുകളോട് സുഹൃത്താക്കി കൊടുക്കുകയാണ്. സഈദ് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മദീനക്കാരനായ സ്വഹാബി. ആ സ്വഹാബിക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത സുഹൃത്താണ് മഹാനായ സഅലബത്ത് റളിയല്ലാഹു അൻഹു. സഅലബത്ത് റളിയല്ലാഹു അൻഹു അതുപോലെ സഈദ് റളിയല്ലാഹു അൻഹുവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോഴാണ് തബൂക്ക് യുദ്ധത്തിന് പോവാനുള്ള ആഹ്വാനം അങ്ങ് വരുന്നു. തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളം അങ്ങ് വരികയാണ്. മഹാനായ സഈദ് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തബൂക്ക് യുദ്ധത്തിന് പോവാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്നു. തന്റെ സഹോദരനായ സഅലബ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് സഅലബയോട് പറയുന്നു, അല്ലയോ സഅലബ, ഞാനിതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയാണ്. എന്റെ വീട് നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ ഭാര്യയെയും മക്കളെയും നിങ്ങൾ നന്നായി പരിപാലിക്കണം. അവർക്ക് യാതൊരു പോറലും വരാൻ പാടില്ല. നിങ്ങളെ ഞാൻ എന്റെ വീട് ഏൽപ്പിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തബൂക്ക് യുദ്ധത്തിനങ്ങ് പുറപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ സഅലബ തങ്ങൾ സഈദ് റളിയല്ലാഹു അൻഹു പോയതിന്റെ ശേഷം എല്ലാ ദിവസവും രാവിലെ തന്നെ വിറക് ശേഖരിച്ച് തലയിൽ ചുമന്നുകൊണ്ട് മഹാനായ സഈദ് തങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കുകയാണ്. അഥവാ സഈദ് തങ്ങളുടെ ഭാര്യയ്ക്ക് ഭക്ഷണം തയ്യാറാക്കാനുള്ള വിറക് ശേഖരിച്ചു കൊടുക്കുന്നു. അതുപോലെ വെള്ളം ശേഖരിച്ചു കൊടുക്കുകയാണ്. അതെ, ആ വീട്ടിൽ ഒരു മറയുണ്ട്. ആ മറയുടെ ഇപ്പുറത്തെ മഹാനായ സഅലബ തങ്ങൾ നിൽക്കാറുള്ളൂ. അപ്പുറത്തേക്ക് പോവാറില്ല. കാരണം അവിടെ സഈദ് തങ്ങളുടെ ഭാര്യയുണ്ട്.
വലിയ സൂക്ഷ്മതയോടുകൂടെയാണ് മഹാനവറുകൾ ജീവിക്കാറുള്ളത്. ഒരു ദിവസം അതാ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു വിറകും ശേഖരിച്ച് വെള്ളവുമായി അങ്ങ് വന്നപ്പോ ഇബ്ലീസാകുന്ന ലഅനത്തുല്ലാഹി അലൈഹി അങ്ങ് വരികയാണ്. എന്നിട്ട് സഅലബ തങ്ങളോട് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നു, അല്ലയോ സഅലബ, നിങ്ങൾ ആ മറയുടെ അപ്പുറത്ത് എന്താണുള്ളതെന്നങ്ങ് നോക്കൂ. ഈ മറയുടെ അപ്പുറത്ത് എന്താണുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. മഹാനായ സഅലബ തങ്ങൾ ആ കർട്ടനങ്ങ് നീക്കുകയാണ്. ആ കർട്ടനങ്ങ് നീക്കിയപ്പോ സഈദ് ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളുടെ ഭാര്യയെ കാണുന്നു. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ ആ സ്വഹാബത്ത് എങ്ങനെയാണ് അതിനെ കണ്ടതെന്നോ ഈ ഒരു ചരിത്രത്തിലൂടെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കർട്ടനങ്ങ് നീക്കിയപ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് മഹാനായ സഅലബ തങ്ങൾ കാണുന്നത്. വകാനത് ഇംറഅതൻ ജമീല. സഈദ് തങ്ങളുടെ ഭാര്യ നല്ല സുമുഖിയായ പെണ്ണ്, കാണാൻ നല്ല അഴകുള്ള പെണ്ണ്, നല്ല ഭംഗിയുള്ള മഹാനായ സഈദ് തങ്ങളുടെ ഭാര്യ എങ്ങ് കണ്ടപ്പോ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് അറിയാതെ അതേ മഹാനായ സഈദ് തങ്ങളുടെ ഭാര്യയെ കയറി അങ്ങ് പിടിച്ചു പോകുന്നു. ആ ശരീരത്തിൽ അങ്ങ് സ്പർശിച്ചു പോകുന്നു. അതേ നല്ല സഹോദരൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതാണ്. ആ യുദ്ധത്തിന് പോയ സഹോദരന്റെ ഭാര്യയെ മഹാനായ സഅലബ തങ്ങൾ അറിയാതെ അങ്ങ് തൊട്ടുപോവുകയാണ്. അപ്പോഴേക്ക് മഹാനായ സഅലബ തങ്ങളോട് ആ ഭാര്യ പറയുകയാ, അല്ലയോ സഅലബ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? നിങ്ങളുടെ സഹോദരൻ അള്ളാന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയതല്ലേ, എന്നിട്ട് നിങ്ങൾ ഈ രൂപത്തിലാണോ കളിക്കുന്നത്? ഈ രൂപത്തിലാണോ പ്രവർത്തിക്കുന്നത്? ഇത്തഖില്ലാ. എന്റെ ഭർത്താവായ സഈദ് തങ്ങൾ ഇവിടെ ഇല്ലെങ്കിലോ നാഥനായ അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ആ അല്ലാഹനെ ഭയപ്പെടണം കേട്ടോ. ഈ വിഷയം മഹദിയായ ആ ഭാര്യ അങ്ങ് പറഞ്ഞപ്പോ സഅലബ തങ്ങളുടെ മനസ്സിലേക്ക് വല്ലാത്ത വേദന വന്നു പോകുന്നു, വല്ലാത്ത ഖേദം വരികയാണ്. ഫനാദാ സഅലബതു ബിൽ വൈലി വസ്സബൂർ. സഅലബ തങ്ങൾ വല്ലാതെ കരയുകയാണ്. وخرج هاربا إلى الجبل فنادى بأعلى صوته إلهي أنت أنت وأنا أنا. മഹാനായ സഈദ് തങ്ങളുടെ ഭാര്യ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ സഅലബ തങ്ങൾക്ക് നിയന്ത്രണം കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അവിടുന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങ് ഓടുന്നു. ഓടുമ്പോ മഹാനായ സഅലബ തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇലാഹി അന്ത അന്ത വ അന അന. അല്ലാഹുവേ, നീ ഗഫൂറാണല്ലോ, നീ ഗഫാറാണല്ലോ. വ അന അന, ഞാനാണെങ്കിൽ പാപിയാണല്ലോ, ഞാൻ വളരെ ലഈഫാണല്ലോ. ഇതും പറഞ്ഞ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു മദീനയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങോടുന്നു.
പിന്നെ മഹാനായ സഅലബ തങ്ങളോ സഈദ് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. അങ്ങനെ തബൂക്ക് യുദ്ധം കഴിഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തും മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ മദീനയിലേക്ക് വന്നപ്പോ ഓരോ സ്വഹാബിയെയും സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ സഹോദരന്മാരെ കാത്തു നിൽക്കുന്നു. എന്നാൽ മഹാനായ സഈദ് തങ്ങളെ സ്വീകരിക്കാൻ സഅലബത്തിനെ കാണാനില്ല. സഅലബത്ത് വന്നിട്ടില്ല. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ തനിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, അല്ല മോളെ, എന്റെ സഹോദരനായ സഅലബത്ത് എവിടെ? എല്ലാവരെയും അവരെ സഹോദരന്മാരെ സ്വീകരിക്കാൻ വന്നപ്പോ എന്റെ കൂട്ടുകാരനായ സഅലബത്ത് വന്നില്ലല്ലോ. ആ സഅലബത്ത് എവിടെ? ആ സമയത്ത് ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ സുഹൃത്തായ സഹോദരനായ സഅലബത്തില്ലയോ, അദ്ദേഹം ഒരു പാപം ചെയ്തിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഉണ്ടായ സംഭവങ്ങളെല്ലാം ആ മഹദി മഹാനായ സഈദ് തങ്ങളോടങ്ങ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു മഹാനായ സഅലബ തങ്ങളെയും അന്വേഷിച്ച് ഇറങ്ങുന്നു. അങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങ് വരികയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സഅലബ തങ്ങളെ വിളിക്കുന്നു. സഅലബ തങ്ങളോട് പറയുന്നു, അല്ലയോ സഅലബ, എന്റെ കൂടെ വരൂ, എന്റെ കൂടെ വരൂ. മഹാനായ സഅലബ തങ്ങളോ പർവ്വതത്തിന്റെ മുകളിൽ മുഖവും കമഴ്ത്തി വെച്ച് കിടക്കുകയാണ്. രണ്ട് കൈകളും തലയിലേക്ക് വെച്ചിട്ടോ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ അലറിക്കരയുന്നു. വാദല്ല മഖാമ മഖാമ മൻ അസാ റബ്ബ. എല്ലാ സ്ഥാനം എത്ര താഴ്ന്ന സ്ഥാനമാണ്. ഞാൻ നാഥനായ അല്ലാഹുവിനോട് വലിയ പാപം ചെയ്തല്ലോ. ഇതും പറഞ്ഞ് കരയുകയാണ്. ആ സഅലബ തങ്ങളോടാണ് സഈദ് തങ്ങൾ പറയുന്നത്, ഓ സഹോദര, എന്റെ കൂടെ എഴുന്നേറ്റ് വരൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയാതെ സംഭവിച്ചു പോയത് അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ. നിങ്ങളത് കുഴപ്പമാക്കേണ്ട, പ്രശ്നമാക്കേണ്ട, എന്റെ കൂടെ വരൂ. സുബ്ഹാനല്ലാഹ്. മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിന് സഈദ് തങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് സഅലബ തങ്ങൾ പറയുകയാണ്, അല്ലയോ സഈദ്, ഞാൻ നിങ്ങളെ കൂടെ വരൂല. ഞാൻ നിങ്ങളെ കൂടെ വരൂല. ഇനി നിങ്ങളെ കൂടെ ഞാൻ വരണോ? അതേ മഹാനവറുകൾ പറയുകയാണ്, എന്റെ രണ്ട് കൈകളില്ലയോ, എന്റെ അതേ രണ്ട് കൈകളും എന്റെ പെരടിയിലേക്ക് നിങ്ങൾ കെട്ടണം. അതേ വളരെ താഴ്ന്ന അടിമയെ അവന്റെ ഉടമസ്ഥയിലേക്ക് എങ്ങനെയാണോ വലിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ എന്നെ വലിച്ചു കൊണ്ടുപോയിക്കോ, അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരൂല. മഹാനായ
സഈദ് തങ്ങളോട് സഅലബ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്നെ വലിച്ചു കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, മഹാനായ സഈദ് തങ്ങള് അപ്രകാരം അങ്ങ് ചെയ്യുകയാണ്. അപ്പയാണ് സഅലബ തങ്ങൾക്കൊരു മകളുണ്ട്, ഖുംസാന എന്നാണ് ആ മകളെ പേര്. ആ മകൾ അവിടേക്ക് വരുന്നു. ആ മകളെ പിതാവിന്റെ 2 കരങ്ങളും പരടയിലേക്ക് ബന്ധിക്കുന്നു. എന്നിട്ട് ആ പിതാവിനെ നിലത്തുകൂടെ വലിച്ച് വലിച്ച് മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് ആ പെണ്ണ് കൊണ്ടുപോകുന്നതെന്നറിയുമോ? ഇലാ ബാബി ഉമറ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് ചെന്നപ്പോ മഹാനായ സഅലബ തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ ഉമറേ, ലമസ്തും റഅതാഖി അൽഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയ സഈദ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഭാര്യയെ അറിയാതെ തൊട്ടുപോയി ഉമറേ. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ ഉമറേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ സഹോദരന്റെ ഭാര്യയെ തൊട്ടു, ഇതാണ് പറഞ്ഞ അപരാധം. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഉഖ്റുജ് മിൻ ഇൻദി, പോടാ എന്റെ അടുക്കൽ നിന്ന്, എന്റെ അടുക്കൽ നിൽക്കാൻ പാടില്ല. ഹമംതു അൻ അഖൂമ ഇലൈക വആഖുദ ബിശഅരിക, എടാ നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണോ? നിന്റെ താടി പിടിച്ചങ്ങ് പുറത്താക്കാൻ തോന്നുകയാണ് എനിക്ക്. നിനക്ക് തൗബയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഅലബ തങ്ങളോട് പറയുന്നു. അങ്ങനെ ആ മകളതാ വീണ്ടും ആ പിതാവിനെ വലിക്കുകയാണ്. ഇലാ ബാബി അബീബക്കറിൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ അബൂബക്കർ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അബൂബക്കർ തങ്ങളോ നല്ല മൃദുലമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. നല്ല മൃദുലമായ ലോലമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ നിലയ്ക്ക് അബൂബക്കർ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്നും ചെയ്ത അപരാധമെന്ന് പറയുന്നു. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പറയുന്നു, ഉഖ്റുജ് മിൻ ഇൻദി വലാ തുഹ്രിഖ്നി ബിനാരിക, എന്റെ അടുത്തൊന്ന് പോയി തരുമോ സഅലബ? നിങ്ങൾ ഇവിടെ നിന്നാൽ ഇവിടെ പോലും അദാബ് ഇറങ്ങുമോ എന്നെനിക്ക് പേടിയുണ്ടോ. നിങ്ങളുടെ ദോഷം കൊണ്ട് എന്നെ കൂടെ നിങ്ങൾ കരിച്ചു കളയരുത് കേട്ടോ. നിങ്ങൾക്ക് തൗബയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പറയുന്നു, വീണ്ടും അതാ മഹാനായ സഅലബ തങ്ങളുടെ മകളായ ഖുംസാന അതേ മഹാനായ അലിയാർ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അലിയാർ തങ്ങളോടും വിഷയം പറയുന്നു, ഞാൻ ഇങ്ങനെ അപരാധം ചെയ്തു പോയി, എനിക്ക് അള്ളാന്റെ ഭാഗത്ത് നിന്ന് തൗബയുണ്ടോ? മഹാനായ അലിയാർ തങ്ങളുടെയും മറുപടി, നിനക്ക് തൗബയില്ല. ഇതങ്ങ് കേട്ടപ്പോ സഅലബ തങ്ങൾ പൊട്ടിയങ്ങ് കരയുന്നു. ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാ, അബൂബക്കറിന്റെ വാതിലിൽ ചെന്ന് ഞാൻ ചോദിച്ചു, പക്ഷേ അബൂബക്കർ എന്നെ മടക്കി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാതിലിൽ ചെന്ന് ഞാൻ യാചിച്ചു, ഉമർ എന്നെ അടിക്കാൻ ഓങ്ങിയതാ. അലിയാർ തങ്ങളുടെ വാതിലിലും ചെന്ന് ഞാൻ യാചിച്ചു, അലിയാർ തങ്ങളും എന്നെ നിരാശനാക്കി. ആര് നിരാശനാക്കിയാലും ഏറ്റെടുക്കുന്നൊരു നേതാവുണ്ടല്ലോ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി.
ആ നേതാവിന്റെ ചാരത്തേക്ക് ഞാനൊന്ന് ചെല്ലട്ടെയോ? അങ്ങനെ അതാ സഅലബ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഖുംസാന എന്ന് പറയുന്ന മകൾ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുന്നു. റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ടോ മഹാനായ സഅലബ തങ്ങൾ റസൂലുള്ളാഹിനോട് പറയുന്നു, ലാ മസ്തുംറതാഹി അൽ-ആസി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ സഈദ് എന്ന് പറയുന്ന എന്റെ സഹോദരൻ, ആ സഹോദരന്റെ പെണ്ണിനെ ഞാൻ തൊട്ടുപോയി നബിയേ. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ നബിയേ? കോളേജ് ക്യാമ്പസുകളിൽ ചെന്നിട്ടോ അന്യ പെണ്ണിലെ കൈയും പിടിച്ചോ പ്രേമഭജനങ്ങളോടെ കമിതാക്കളെ പോലെ നടക്കുന്ന ചെറുപ്പക്കാരാ, ആലോചിക്കണേ. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ അറിയാതെ അങ്ങ് തൊട്ടുപോയതാണ് സഅലബത്ത് തങ്ങളോ. അവിടുന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞിട്ടങ്ങ് പറയുന്നു, ഓ നബിയേ ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ നബിയേ? ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ കരകണ കടലായ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് ലോകത്തിന്റെ നേതാവിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഉഖ്റുജ് മിൻ ഇൻദി ഫലാ തൗബത ലക. ലോകത്തിന്റെ നേതാവും പറയുന്നു, എടാ സഅലബ, നിനക്ക് തൗബയില്ല, നീ വലിയൊരു തെറ്റാണ്, അപരാധമാണ് ചെയ്തത്, എല്ലാം അടുത്തു നിന്ന് പോയിക്കോള് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മഹാനായ സഅലബ തങ്ങളെ റസൂലുള്ളാഹി തങ്ങളും അങ്ങ് കൈവടിഞ്ഞപ്പോ അതുവരെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം മകളില്ലയോ, ആ മകള് പിതാവായ സഅലബ തങ്ങളോട് പറയുകയാണ്, യാ അബത്തി ലസ്തു ലീ ബിവാലിദിൻ വലാ അന ലക ബിബ്നാ. ഓ ബാപ്പാ, ഇനി മുതൽ നിങ്ങളല്ല പിതാവല്ല, ഞാൻ നിങ്ങളുടെ മകളുമല്ല. ലോകത്തിന്റെ നേതാവ് പോലും ഒഴിവാക്കിയ ഒരാളെന്റെ പിതാവണ്ട. അങ്ങനത്തെ ഒരാളുടെ മോളാവാൻ എനിക്ക് താല്പര്യവുമില്ല. സുബ്ഹാനല്ലാഹ്. സ്വന്തം മകള് വരെ മഹാനായ സഅലബ തങ്ങളെ ഒഴിവാക്കുകയാണ്. സഅലബ തങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു.